ഹലോ. അപ്പോൾ ഇന്ന് നമ്മുടെ മുംബൈയിലെ ലാസ്റ്റ് ഡേ ആണ്. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മുംബൈ സൂലോട്ടാണ് കേട്ടോ. ഇവിടെ വന്നത് വലിയൊരു അബദ്ധമാണ്, എല്ലാം ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എല്ലാം എടുത്തിട്ട് നമ്മൾ ഉള്ളിലോട്ട് പോകുവാണ്. അബദ്ധമാണെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ കഷ്ടപ്പെട്ട് ഇവിടെ മുംബൈ സൂല് വന്നിട്ട് ഇവിടെ ലയനും ഇല്ല, ആരെയും ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. നിനക്ക് അടച്ചു കൂട്ടി ഇട്ടേക്കുവാണ്. പെൻഗ്വിനെങ്കിലും ഉണ്ടാവുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇതെങ്കിലും കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താവും അറിയത്തില്ല, നോക്കാം. നമ്മളിവിടെ സ്ലോത്തിനെ കാണാൻ വേണ്ടി ആവശ്യപ്പെട്ട് നോക്കിയിട്ടും കാണുന്നില്ല. നമുക്ക് എവിടെയില്ല. മരത്തിന്റെ മണ്ടയിൽ അവൻ അവിടെ കയറിയിരിക്കാണ്. അങ്ങനെ ആളുകളെ ഒന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് അവന് മരത്തിന്റെ മണ്ടയിൽ കയറിയിരിക്കുന്നു. ഇനി നമ്മളിതാ ടൈഗറിനെ കാണാനാണ് ആഗ്രഹിക്കുന്നത്. എല്ലാം നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങുവാൻ തോന്നുന്നുണ്ട്. അത് ാണ്. പക്ഷെ ചൂട് കാരണം ഒത്തിരി വെള്ളത്തിലാണ്, കാണാൻ പറ്റുന്നില്ല. ആളെ എണീക്കുന്ന ഒരു ലക്ഷണം നോക്കുക. നമ്മൾ വെയിൽ കൊള്ളല്ലാണ്ട് നമ്മളെ ഈ വന്നിട്ട് ഡിസപ്പോയിന്റ് ആക്കിയില്ല. ആൾ തല പൊക്കി നോക്കുന്നുണ്ട്. നോക്കി ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കൊള്ളാം, എല്ലാം അവൻ്റെ തോന്നിവാസം തന്നെ. ഇതൊരു മങ്കിയുടെ ഫാമിലിയാണ്. സാധാരണ കാണാറില്ല. സത്യത്തിൽ എനിക്ക് ഇവിടെ പോയപ്പോൾ എനിക്ക് ചെറുതായിട്ട് വിഷമമായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവറ്റകളൊന്നും പുറത്തേക്കും വിടാണ്ട് ഇങ്ങനെ ഒരു കൂട്ടിനുള്ളിൽ അടച്ചിട്ട് വളർത്തുമ്പോൾ അത് എനിക്ക് എന്തോ ഇഷ്ടമായില്ല. എനിക്കെന്തോ ഒരു വിഷമമായിപ്പോയി അത് കണ്ടപ്പോൾ. ഈ പുള്ളിമാനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അവിടെ ഒരു കൂട്ടം തന്നെ ഇല്ല. കൊള്ളാം, നല്ല വൃത്തിയുണ്ടല്ലേ കാണാൻ. ഇതൊക്കെ നോക്കി അല്ലേ. നമ്മുടെ സ്റ്റേയുടെ അടുത്തുനിന്ന് ഇങ്ങോട്ട് വരാൻ നല്ല ദൂരം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ലയണിനെ കാണാമെന്നൊക്കെ പറഞ്ഞാണ് വന്നത്. എന്നാലും ലയൺ എന്തായാലും ഇല്ല. അപ്പോൾ നമുക്കിതാ പെൻഗ്വിനെ കാണാം. ഇവിടെ അടുത്താണോ പറയുന്നത്. മുമ്പ് പോയി നോക്കാം. ഈ കാണുന്ന ഓഡിറ്റോറിയത്തിലാട്ടോ നമ്മൾ പെൻഗ്വിനുള്ളത്. അപ്പോൾ നമ്മൾ പെൻഗ്വിനെ കാണാൻ പോവാണ്. പിന്നെ നിങ്ങൾക്ക് അറിയുമോ എന്ന് എനിക്കറിയത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഈ ഒരു സൂല് മാത്രമേ പെൻഗ്വിനുള്ളൂ. പിന്നെ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയയിലേക്കൊക്കെ നമ്മൾ പോകേണ്ടി വരും. അപ്പോൾ മുംബൈ വരുന്നവർ എന്തായാലും പെൻഗ്വിനെ കാണാൻ വേണ്ടി ഇവിടെ വരാം. പിന്നെ ഇവരെ ചിറകിലൊക്കെ കണ്ടോ കുറേ ടാഗൊക്കെ ഉണ്ട്. അതെന്തുവാന്ന് വെച്ചാൽ മെയിലും ഫീമെയിലും തിരിച്ചറിയാനാണ്. ഇവൻ നോക്കി ഇവനിങ്ങനെ വിഷമിച്ച് നടക്കുക. പിന്നെ എല്ലാവർക്കും തന്നെ അറിയുന്ന ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ലൈഫിൽ ഒരൊറ്റ പങ്കാളി മാത്രമേ ഉണ്ടാവത്തുള്ളൂ എന്നുള്ളൊരു കാര്യം. തന്നെ ഇപ്പോൾ ഒരു സ്വിമ്മിങ് ടൈമാണെന്ന് തോന്നുന്നു. പിന്നെ ഞാനിതിലൊരു ക്യൂട്ടായിട്ടുള്ളൊരു സംഭവം ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടോ. ഒരുത്തെന്താ മുകളിലോട്ട് കയറുന്നത്. ഇതെനിക്ക് ഇഷ്ടമായി കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് സ്നോ വേൾഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ അവിടെ കുറച്ച് നേരം എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ സ്നോ വേൾഡ് എത്തി കേട്ടോ. ആക്ച്വലി നിങ്ങൾ ഇവിടെ വന്നുകൊണ്ട് ഇത് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. കാരണം ഇത് നമ്മൾ കാലിക്കറ്റും കൊച്ചിയിലും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അവിടെയൊക്കെയുള്ള സെയിം സംഭവം തന്നെ, വേറെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മുടെ മുംബൈ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.